King of the road, trailer for sailoring. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ബൊക്കേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്കിഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു പേപ്പേഴ്സ്, ആ ഒരു കളറുള്ള നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് നമ്മുടെ ബൊക്കേറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബൊക്കേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ നിന്ന് ഒരുപാടുള്ള ഒരു 4 റെക്റ്റാങ്കിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ റെക്റ്റാങ്കിൾസ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ മെയിനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു കാര്യം ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിപ്പോയാൽ മതി. അത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫ്ലവറിൻ്റെ ജസ്റ്റ് ഒരു റോസാപ്പൂവിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു റോള് ഫോം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ഇടയ്ക്കൊന്ന് നോക്കി വിട്ടാൽ മതി. എന്തായാലും ഫോം ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് നമ്മുടെ ബൊക്കയുടെ ഭംഗി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് പോലെയുള്ള ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കുക. അത് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു മടക്കൊന്ന് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ഗമ്മൊന്നും ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് വേണ്ട. പിന്നെ ബാക്കി നമ്മൾ ആ ഒരു കോണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെമ്മ് ഭാഗമൊന്നും കാണത്തില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള 3 പേപ്പേഴ്സും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 3 എണ്ണം ചെയ്തെടുത്തു, സെറ്റാക്കി വെച്ചു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഒരു മെയിൻ സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പച്ച പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 4 സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഞാൻ അളവൊന്നും എടുത്തിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ട, ഞാൻ ഉണ്ടാക്കിയ പൂവിൻ്റെ ഏകദേശം ഒരു വലിപ്പം മനസ്സിൽ കണ്ട അങ്ങനെ ചെയ്ത 4 സ്ക്വയറാണിത്. അപ്പോൾ അതിലൊരു സ്ക്വയർ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 4 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വരാൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ ഒരു നമ്മൾ ബോട്ടൊക്കെ പണ്ടുണ്ടാക്കില്ലേ, അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ആ ബാക്കിയുള്ള 3 എണ്ണം. അപ്പോൾ ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇത് പെട്ടെന്ന് തന്നെ കാണുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് തോന്നും, ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ചെറിയൊരു പാടിങ്ങനെ കയ്യിലിങ്ങനെ തട്ടുമ്പോഴത്തേക്കും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പൂവെടുക്കുക. ആ ഒരു പൂവെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൂവിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ ഒരു പച്ച പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മടക്കിയൊക്കെ നമ്മളതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾക്ക് വേണ്ട ഒരു രീതിയിലുള്ള ഭംഗി അനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗത്ത് ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫ്ലവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുവെ അത്ര നീറ്റല്ല, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നീറ്റാവും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു 3 എണ്ണവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അത് 3 എണ്ണവും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ആ ഒരു സ്റ്റെപ്പാണ് എനിക്ക് ഫ്ലോപ്പായി പോയത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 തവണ ഉണ്ടാക്കിയപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഗം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് സാധാരണ കോൺ ഉണ്ടാക്കാൻ അറിയില്ലേ, അതുപോലെ കോൺ ഉണ്ടാക്കിയിട്ട് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്, നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനതിന് മുമ്പ് 2 തവണ ഉണ്ടാക്കിയപ്പോഴും സെറ്റായിട്ട് ഫ്ലവേഴ്സ് കിട്ടിയെങ്കിലും ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഫ്ലോപ്പായി പോയെന്നുള്ളത് എനിക്കും മനസ്സിലായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.